ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് ബീഫ് അച്ചാറാണ്. അതിനായി 500 ഗ്രാം ബീഫ് വേവിച്ച് എടുത്തു വെച്ചിരിക്കുകയാണിത്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് എങ്ങനെ വേവിച്ചെടുത്തു എന്ന് നോക്കാം. 500 ഗ്രാം ബീഫ് തൊലിയും നെയ്യും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി പ്രഷർ കുക്കറിൽ വെച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കുക. 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് വറ്റിച്ചെടുത്ത ബീഫാണ് ഇവിടെ ഇരിക്കുന്നത്. ബീഫ് അച്ചാറിന് ആവശ്യമുള്ള സാധനങ്ങൾ: 500 ഗ്രാം ബീഫ് ഇപ്രകാരം വേവിച്ചെടുത്തത്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 30 മീഡിയം അല്ലി വെളുത്തുള്ളി പൊളിച്ചെടുത്തത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 കപ്പ് വിനാഗിരി. അടുത്തതായി വേവിച്ചെടുത്ത് വെച്ച ബീഫ് നമുക്ക് വറുത്തെടുക്കാം. അതിനായി ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം വേവിച്ച് വെച്ച ബീഫ് അതിലേക്കിടുക. ഇത് മീഡിയം ഫ്ലെയിമിൽ ഏതാണ്ട് മുരിഞ്ഞു വരുന്നത് വരെ വറുത്തെടുക്കുക. ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അടുത്തതായി നമ്മൾ വറുത്തെടുത്ത ആ എണ്ണ അരിച്ച് വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുക. സ്റ്റൗ ഓണാക്കി എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അച്ചാർ റെഡി തുടരാം. ആദ്യമായി കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുക. അതിൻ്റെ പിന്നാലെ വെളുത്തുള്ളി ഇടുക. അതിൻ്റെ പിന്നാലെ ഇഞ്ചി ഇടുക. ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം സ്റ്റൗ സിമ്മിലാക്കുക. സിമ്മിലാക്കിയതിന് ശേഷം മുളക് പൊടി ഇടുക. അതിനുശേഷം ഓഫാക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച വിനാഗിരി ഒഴിക്കുക. ഒഴുക്കി ഒന്ന് ഇളക്കുക. അതിനുശേഷം വറുത്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലിട്ട് ഇളക്കുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോഴേക്കും ബീഫ് ഈ ചാറ് വലിച്ചെടുക്കും. നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചാറ് കുറുകി ബീഫുമായിട്ട് അങ്ങനെ ചേർന്നിരിക്കുന്നു. ഇനി ഉപ്പ് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ അല്പം പൊടി ഉപ്പിട്ട് അത് ക്രമീകരിക്കുക. ഇത് നനവില്ലാത്ത നല്ലൊരു കുപ്പിയിൽ വൃത്തിയായി അടച്ചു വയ്ക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്.